രൂത്തിന്റെ പുസ്തകത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം? പഴയ നിയമത്തിലെ അതിമനോഹരവും അർത്ഥഗംഭീരവുമായ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് രൂത്തിന്റെ പുസ്തകം. രണ്ടാമതായി, യഹൂദന്മാരുടെ പെരുന്നാളുകളിൽ വായിക്കുന്ന പ്രധാന പുസ്തകങ്ങളിൽ ഒന്നായിരുന്നു ഈ പുസ്തകം. മൂന്നാമത്തെ പോയിന്റാണ്, സുന്ദരമായ ഭാഷാരീതിയിൽ മൃദുലങ്ങളായ ചിന്തകളും ഉത്കൃഷ്ടമായ വികാരങ്ങളും ആഴമായ മതവിശ്വാസവും ആകർഷകമായ വിധത്തിൽ ഈ പുസ്തകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2. കർത്താവ് ഒരുക്കിയ രക്ഷാ പദ്ധതിയിൽ സർവ്വജാതികളും സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്ന് വിവക്ഷിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? ഉത്തരം, മോവാബിയർ ദൈവവിരോധികളാണ്. വീണ്ടെടുപ്പിന് യാതൊരു അർഹതയും ഇല്ലാത്ത മോവാബിയ കൂട്ടത്തിൽ നിന്ന് രൂത്തിനെ പൂർണ്ണമായും വീണ്ടെടുത്തുകൊണ്ട് അവളെ ഭാര്യയാക്കി സ്വീകരിക്കാൻ ബോവാസ് തയ്യാറായി. ജാതികളുടെ ഇടയിൽ നിന്ന് സഫയെ വീണ്ടെടുത്ത ക്രിസ്തുവിന്റെ മുൻകുറിയായി ബോവാസ് മാറി. കർത്താവ് ഒരുക്കിയ രക്ഷാപദ്ധതിയിൽ സർവ്വജാതികളും സ്ഥാനം പിടിച്ചിരിക്കുന്നുവെന്ന് വിവക്ഷ. നമ്പർ 3. രൂത്തിന്റെ പുസ്തകം എഴുതിയ കാലഘട്ടം ഏത്? ഉത്തരം, യഹൂദ റാബിമാരുടെ പാരമ്പര്യം പറയുന്നത് രൂത്തിന്റെ പുസ്തകം എഴുതിയത് ശാമുവേൽ എന്നാണെങ്കിലും ഇത് ശാമുവേലിന്റെ കാലത്തിന് ശേഷം ഉണ്ടായതാണെന്ന് വാദിക്കുന്നവരും ഉണ്ട്. ദാവീദിന്റെ വംശാവലി നൽകണം എന്നത് ഗ്രന്ഥകർത്താവിന്റെ പ്രധാന ഉദ്ദേശമായി മനസ്സിലാക്കുന്നതിനാൽ പ്രവാസകാലത്തിന് ശേഷം എഴുതിയതാകാം എന്ന ചിന്തയും നിലവിലുണ്ട്. BC 5-ാം നൂറ്റാണ്ടിലോ 4-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗത്തോ ആയിരിക്കാം ഇത് എഴുതിയതെന്ന ചിന്തയും പ്രാബല്യത്തിലുണ്ട്. ഉള്ളടക്കത്തിലെ സംഭവങ്ങൾക്ക് ശേഷം അധിക കാലം കഴിഞ്ഞാണ് ഇത് എഴുതിയതെന്ന് വിവക്ഷ. പാരമ്പര്യപ്രകാരം ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ ഏകദേശം 1300 BC ഉണ്ടായ സംഭവം എന്ന ചിന്തയ്ക്കാണ് മുൻതൂക്കം. ക്വസ്റ്റ്യൻ നമ്പർ 4. അടുത്ത തലമുറയെ കാണുവാൻ സാധിക്കാതെ എലിമേലെക്ക് മോവാബിൽ വെച്ച് മരിക്കുവാൻ ഇടയായതിന് കാരണം എന്താണ്? മോവാബ് ഇസ്രായേലിനോട് ശത്രുതയിൽ ആയിരുന്നു. മോവാബിയരോട് ഒരു തരത്തിലും ഇടപെടുവാൻ പാടില്ല എന്ന നിയമം ഇസ്രയേലിയർക്കിടയിൽ ഉണ്ടായിരുന്നു. ക്ഷാമമായാൽ പോലും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക എന്നതല്ലാതെ മോവാബിലേക്ക് പോകുവാൻ ഇസ്രായേലിൽ ആർക്കും അനുവാദമില്ലായിരുന്നു. ദൈവം എന്റെ രാജാവാകുന്നു എന്ന അർത്ഥമുള്ള എലിമേലെക്ക് ദൈവവുമായുള്ള ഉടമ്പടി ലംഘിച്ചുകൊണ്ട് മോവാബിലേക്ക് പോയതിനാൽ തന്റെ അടുത്ത തലമുറയെ കാണുവാൻ സാധിക്കാതെ അദ്ദേഹം അവിടെ മരിക്കുവാൻ ഇടയായി. ക്വസ്റ്റ്യൻ നമ്പർ 5. വീണ്ടെടുപ്പിലേക്കുള്ള യാത്രയുടെ ചൂണ്ടുപലക ആയി മാറിയ രൂത്തിന്റെ പ്രസ്താവന വിവരിക്കുക. ഉത്തരം, നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ. രൂത്ത് ചാപ്റ്റർ 1 വേഴ്സസ് 16 and 17. രൂത്തിന്റെ ഈ പ്രസ്താവന വീണ്ടെടുപ്പിലേക്കുള്ള യാത്രയുടെ ചൂണ്ടുപലക ആയി മാറി. ഇവിടെ മതഭക്തിയും മനുഷ്യസ്നേഹവും ഒരുപോലെ പ്രകടമാകുന്നു. മരണമല്ലാതെ മറ്റൊന്നും അവരെ വേർപിരിക്കില്ല എന്ന നിശ്ചയം രൂത്തിൽ ഉണ്ടാകുമ്പോൾ അവൾ നവോമിയെയും അവളുടെ ദൈവത്തെയും അഭേദ്യമായി സ്നേഹിക്കുന്നു എന്ന് അർത്ഥം. അമ്മായിയമ്മ മരുമകൾ സ്നേഹത്തിന്റെ ദൃഢത ഇവിടെ ദൃശ്യമാണ്. ഒന്നും ആവശ്യപ്പെടാത്ത രൂത്തും ഒരു വാഗ്ദാനവും നൽകാത്ത നവോമിയും തമ്മിലുള്ള സ്നേഹം നിർവചനങ്ങൾക്ക് അതീതമാകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 6. രൂത്തിന്റെ നിലപാടും തീരുമാനവും സാഹസികമായിരുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഉത്തരം,
അന്യദേശത്ത് കബറടക്കപ്പെടുന്നതിനാൽ സ്വന്തം ദേശത്തിലെ പൂർവികരുമായി ചേരാൻ കഴിയില്ല എന്ന ചിന്തയ്ക്ക് ഊന്നലുള്ള ആ കാലയളവിൽ രൂത്തിന്റെ നിലപാടും തീരുമാനവും സാഹസികമായിരുന്നു. സർവവും ത്യജിച്ച് നവോമിയുടെ കൂടെ ഇറങ്ങിത്തിരിക്കാനുള്ള രൂത്തിന്റെ നിശ്ചയം വീണ്ടെടുപ്പിന്റെ ചരിത്രത്തിൽ നിർണായകമാകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 7. കൊയ്ത്തിന്റെ ആരംഭത്തിൽ നവോമിയും രൂത്തും ബെത്ലഹേമിൽ എത്തി എന്ന് എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉത്തരം: നവോമിയുടെ ദുഃഖപൂർണമായ സ്ഥിതിയിൽ ആളുകൾ അത്ഭുതപ്പെടുകയും അനുകമ്പ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കയ്പിന്റെ അനുഭവത്തിലും തന്റെ പേരിന്റെ അർത്ഥമായ സന്തോഷം അന്വർത്ഥമാക്കുവാനാണ് നവോമി ശ്രമിച്ചത്. വീണ്ടെടുപ്പിലേക്കുള്ള പാതയിൽ ഈ സന്തോഷം ആവശ്യമാണ്. ഭർത്താവും മക്കളുമായി സന്തോഷത്തോടെ മോവാബിലേക്ക് പോയ നവോമി അവരുടെ നഷ്ടത്തിലും മരുമകൾ രൂത്തുമായി ബേത്ലഹേമിലേക്കുള്ള തിരിച്ചുവരവ് ദുഃഖത്തിന്റെ അന്തരീക്ഷത്തിൽ ആയിരുന്നെങ്കിലും ഒരു വീണ്ടെടുപ്പിന്റെ പ്രത്യാശയോടെ ആയിരുന്നു. അതുകൊണ്ടായിരിക്കാം കൊയ്ത്തിന്റെ ആരംഭത്തിൽ അവർ ബേത്ലഹേമിൽ എത്തി എന്ന് എഴുതിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 8. രൂത്തിന്റെ പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവ് ആര്? ഉത്തരം: ഗ്രന്ഥകർത്താവിനെ കുറിച്ച് പുസ്തകത്തിൽ യാതൊരു സൂചനയും ഇല്ല. എന്നാൽ ശാമുവേലിന്റെ പുസ്തകത്തിന്റെ ഭാഷാശൈലിയാണ് ഈ പുസ്തകത്തിനും ഉള്ളതെന്നതിനാൽ ഇത് എഴുതിയത് ശാമുവേൽ എന്നാണ് യഹൂദ റാബിമാരുടെ പാരമ്പര്യം പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 9. മോവാബിലേക്ക് പോകുവാൻ ഇസ്രായേലിൽ ആർക്കും അനുവാദമില്ലായിരുന്നു. എന്തുകൊണ്ട്? ഉത്തരം: മോവാബ് ഇസ്രായേലിനോട് ശത്രുതയിലായിരുന്നു. മോവാബിയരോട് ഒരു തരത്തിലും ഇടപെടുവാൻ പാടില്ല എന്ന നിയമം ഇസ്രായേലിയർക്കിടയിൽ ഉണ്ടായിരുന്നു. ക്ഷാമമായാൽ പോലും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക എന്നതല്ലാതെ മോവാബിലേക്ക് പോകുവാൻ ഇസ്രായേലിൽ ആർക്കും അനുവാദം ഇല്ലായിരുന്നു. താങ്ക് യു.